ഈ പാലക്കാട് എൽഡിഎഫും ബിജെപിയും തമ്മിലുള്ള ഒരു ബന്ധം ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലും കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബിജെപി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാവരുത്. അതിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ രീതിയിൽ വോട്ട് മറിച്ചു കൊടുത്തു. അങ്ങനെയാണ് തുടർഭരണം ഉണ്ടാകുന്നത്. UDFന് 40% വോട്ട്, LDFന് 44%. BJPക്ക് അതിന് മുമ്പത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 14% വോട്ടുണ്ടായിരുന്നു. അത് 10 കുറഞ്ഞു. ഈ 4% അപ്പുറത്ത് പോയപ്പോഴാണ് തുടർഭരണം ഉണ്ടായത്. അതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ വിമർശിക്കില്ല, അമിത്ഷായെ വിമർശിക്കില്ല. അവർ തമ്മിലുള്ള അന്തർധാര ശക്തമാണ്. പക്ഷെ ഇതൊന്നും ഇത്തവണ നടക്കില്ല. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ BJP ശക്തമായൊരു സാന്നിധ്യമായി വരുന്നുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് ഇത്തവണ BJP അക്കൗണ്ട് തുറക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. വോട്ട് ശതമാനമൊക്കെ അവർ ചിലപ്പം അവർ കിട്ടിയേക്കാം. പക്ഷേ ജനങ്ങൾ ഈ മത്സരം UDF LDF തമ്മിലാണ്. അപ്പോൾ ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമാണ്. ആ ജനവികാരം മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഒരു ഭരണമാറ്റം ഇവിടെ ഉണ്ടാകാൻ പോകുന്നുവെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ കോൺഫിഡൻ്റാണ്. UDFന് നല്ല സാധ്യതയുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടെ UDF ഗവൺമെൻറ്.